ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരുപാട് ചരിത്രമൊന്നുമില്ല. മലയാളത്തിൽ ഇതിപ്പോൾ 7ാമത്തെ സീസണാണ്. ഈ സീസണുകളിൽ ഒന്നിലും തന്നെ ഓവറായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ആരും തന്നെ വന്നിട്ടില്ല. ഇതെന്താ ഈ ഓവറായി വൈറലായവർ? പറയാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മേ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ബിഗ് ബോസ് സീസണുകളിൽ ഫുക്രു ആയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ജനഹൃദയങ്ങളൊക്കെ കീഴടക്കി ആദ്യം എത്തിയത്. എന്നാൽ പതിവ് പോലെ ബിഗ് ബോസ് വീട്ടിലെ പെരുമാറ്റങ്ങൾ കൊണ്ട് ഫുക്രുവിന് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് സെക്കൻഡ് സീസണിലായിരുന്നു ഫുക്രു എത്തിയത്. അതിനുശേഷം വന്ന സീസണുകളിലൊക്കെയും അധികം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളവർ ഉണ്ടായിട്ടില്ല. പകരം ബിഗ് ബോസ് സീസണുകളിൽ വന്നതിന് ശേഷം വെറുപ്പുകൾ വാരിക്കൂട്ടിയവരാണ് കൂടുതലും. സീസൺ 3 നടന്ന സമയത്ത് ഋതുമന്ത്ര എന്ന മത്സരാർത്ഥിക്ക് ബിഗ് ബോസ് വീടിന് പുറത്തു നിന്നും ഒരുപാട് ഹെയ്റ്റ് ഉണ്ടായി. അതിന് കാരണം ജിയ ഇറാനി എന്ന വ്യക്തിയാണ്. തൊട്ടടുത്ത സീസണിൽ ജിയ ഇറാനി വരും എന്ന പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതും സംഭവിച്ചിട്ടില്ല. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചയായവരൊന്നും അധികം വന്നിട്ടില്ല. എന്നാൽ ഈ സീസണിലെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ നിറയെ സോഷ്യൽ മീഡിയ വൈറൽ താരങ്ങളാണ്. അതിൽ എടുത്തു തന്നെ പറയട്ടെ രേണു സുധി. കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണത്തോടെ കൊല്ലം സുധി എന്ന ആർട്ടിസ്റ്റിന്റെ പേരിൽ പ്രശസ്തയായ രണ്ടാം ഭാര്യ. കൊല്ലം സുധിയുടെ മരണശേഷം ഒരുപക്ഷെ കേരളം ഏറെ വേദനിച്ചത് എട്ടും പൊട്ടും തിരിയാതെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പകച്ചുനിന്ന രേണുവിനെ ഓർത്തിട്ടാകും. എന്നാൽ എങ്ങനെയാണ് ആ അവസ്ഥയിൽ നിന്നും രേണു സുധി ഇന്നീ കാണുന്ന വിമർശനങ്ങളിലേക്ക് എത്തിയത്? അത് രേണു തന്നെ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത അവസ്ഥ എന്ന് അവരുടെ ഇന്റർവ്യൂകൾ ശ്രദ്ധിച്ചാൽ ആരും പറയും. ഇത്തരത്തിൽ രേണു വിമർശനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അധികം നാളുകളാകുന്നില്ല, ഏകദേശം 6 മാസം. ഈ മാസങ്ങൾക്കിടയിൽ അവർക്ക് സംഭവിച്ചത് കുറച്ച് ഷോർട്ട് ഫിലിം അവസരങ്ങൾ. അതിനു മുന്നേ അവർ എങ്ങനെ ജീവിച്ചു എന്ന് അധികം ആരും എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല. കൊല്ലം സുധി അന്തരിച്ചിട്ട് 2 വർഷം തികയുന്നു. 2 വർഷം കഴിഞ്ഞ് രേണു ഇത്തരത്തിൽ വലിയ ചർച്ചയാകുന്നത് ആര് കാരണമായിരിക്കും? അതിന്റെ പ്രധാന കാരണം പൈസയാണ്. അവർ തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, എന്തൊരു ഷോർട്ട് ഫിലിം മോഡലിംഗ് ഓഫർ വന്നാലും അവരുടെ കംഫർട്ടബിൾ അനുസരിച്ച് അവർ ചെയ്യും എന്ന്. ഇന്റർവ്യൂ എടുക്കുന്നതിനും അവർ ക്യാഷ് ചോദിച്ചിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് വിളിച്ചാലും റെഡിയാണ് എന്ന് രേണു പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് അടുത്ത പ്രശ്നം. ഈ സോഷ്യൽ മീഡിയയിൽ സഹിക്കുന്നത് പോലെ ഇനി ബിഗ് ബോസിലേക്ക് വിളിക്കണോ? അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 ആരും കാണില്ല എന്നാണ് ഭൂരിഭാഗം വരുന്ന കമന്റുകളും. അതിനിടയിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. കൊല്ലം സുധിയുടെ മരണത്തിന് മുന്നേ കൊല്ലം സുധിയും ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. ഈ സീസൺ ബിഗ് ബോസ് വമ്പൻ ടീസർ ഒക്കെ വെച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ രേണു സുധിയെ പോലെ നിലവിൽ വലിയൊരു കോൺട്രോവേഴ്സി, റേജ് ബെയിറ്റിംഗ്, സൈബർ അറ്റാക്ക്, ബുള്ളിയിങ് ഒക്കെ നിലനിൽക്കെ രേണു സുധിയെ ബിഗ് ബോസ് സീസൺ 7ലേക്ക് എടുക്കുമോ? ബിഗ് ബോസിന്റെ ഒരൊറ്റ വിളി മതി, രേണു അപ്പോൾ തന്നെ ചെന്നൈക്ക് വണ്ടി കയറും. ബിഗ് ബോസിൽ കാണിക്കുന്ന സ്ട്രാറ്റജികൾ 6-7 മാസമായി റിയൽ ലൈഫിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന രേണു ഈ സീസൺ വിൻ ചെയ്യാൻ വരെ സാധ്യതയുണ്ട്. ഇതിന്റെ ഏറ്റവും ബേസ് നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ ആദ്യം ഇടം പിടിച്ച താരമാണ് സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റിന് ഇന്ന് നല്ല ഫാൻ ബേസ് ഉണ്ട്. അത്തരത്തിൽ നെഗറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്ത എല്ലാവരും ഒരു സമയം കഴിഞ്ഞാൽ ഗുഡ് വൈബ് ആകാറുണ്ട്. അത്തരത്തിൽ ഗുഡ് വൈബ് ആയതിന് ഒരു ഉദാഹരണം നാഗസൈരന്ധ്രിയാണ്. നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്നല്ലേ ചൊല്ല്. അപ്പോൾ ഈ സീസണിന്റെ ടീസർ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ഒന്ന്, ഈ സീസൺ ബിഗ് ബോസ് ടീം റിസ്ക് എടുക്കാൻ തയ്യാറാകും. കാരണം ഓൾമോസ്റ്റ് എല്ലാവരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ രേണു ഉണ്ട്. നിങ്ങളുടെയോ? ഈ വീഡിയോയിൽ ഞാൻ രേണു എന്ന വ്യക്തിയെ ഒരു തരത്തിലും മോശമായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഞാൻ മോശക്കാരി ആയേക്കാം. അൾട്ടിമേറ്റ്ലി ബിഗ് ബോസിന് റീച്ച് വേണം. രേണു സുധിക്ക് അവരുടേതായ ഫിനാൻഷ്യൽ സപ്പോർട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഈ സീസൺ രേണു സുധി വിൻ ചെയ്യുമോ എന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഏതായാലും ബിഗ് ബോസും മിനിസ്ക്രീൻ സീരിയൽ വിശേഷങ്ങളും ഒക്കെയാണ് സീരിയൽ ഗ്രാൻഡ്മയുടെ വിഷയം. എങ്കിലും രേണു എന്ന വ്യക്തി ബിഗ് ബോസിലേക്കുണ്ടോ എന്ന എന്റെ അന്വേഷണത്തിൽ അവരുടെ ഫ്യൂച്ചർ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന വർക്കുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടി വന്നു. അപ്പോഴാണ് അവർ എന്നു മുതലാണ് ഈ ബുള്ളിയിങ്ങിന് ഇരയായത് എന്ന് അന്വേഷിച്ചത്. അപ്പോൾ കിട്ടിയ അറിവാണ് വെറും 6 മാസം. അവരുടെ ആദ്യത്തെ മോഹം എന്ന ഷോർട്ട് ഫിലിം കാണാനിടയായി. അതിന് മികച്ച കമന്റുകളൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിനുശേഷം രേണുവിന്റെ ഇന്റർവ്യൂകളാണ് അവർക്കുള്ള കുഴി തോണ്ടിയത് എന്ന് തോന്നുന്നു. അതൊരു തരത്തിൽ ചോദ്യം ചോദിക്കുന്നവരുടെ കയ്യിലിരിക്കുകയാണ്. ഭർത്താവ് മരിച്ച സ്ത്രീ ഇതൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി ഒരു സമൂഹത്തെ എന്തായാലും പ്രൊവോക്ക് ചെയ്യും. ആ മറുപടി വൈറലാകുമ്പോൾ അവർക്ക് മുന്നിൽ അടുത്ത ഒരു കൂട്ടർ മൈക്കും കൊണ്ടു ചെല്ലും. അങ്ങനെ അതൊരു ചങ്ങലയായി.
എവിടെ എന്ത് പറഞ്ഞു എന്നറിയാതെ രേണു പറഞ്ഞുപോയ കള്ളങ്ങൾ പലതും നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞില്ല എന്നും പറഞ്ഞു. ഇതിനിടെ പറയാമോ എന്ന് പോലും ചിന്തിക്കാതെ എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ തുടങ്ങി. 2 ദിവസം മുന്നേ രോഹൻ ലോനയുമായിട്ടുള്ള രേണുവിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. ചോദ്യങ്ങൾ വളരെ ഷാർപ്പാണ്. വളച്ചൊടിച്ച് പതപ്പിച്ചൊന്നും രോഹൻ ചോദിച്ചിട്ടില്ല. അവർ അതിൽ മറുപടി പറയുമ്പോൾ അവർക്ക് തെറ്റിപ്പോകുന്ന ചില വാക്കുകളുണ്ട്. ബ്ലർ എന്നതിന് പകരം ബ്ലറർ എന്നും സ്കിപ്പ് എന്നതിന് പകരം മറ്റെന്തോ വാക്കാണ് അവർ പറഞ്ഞത്. ശരിക്കും രേണുവിന് ഈ ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടോ എന്നതിൽ സംശയമുണ്ട്. ആരൊക്കെയോ ധാരാളം പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ രേണു പറയുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്നവർ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് സപ്പോർട്ടാണോ അതോ രേണുവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തിക്കൊടുത്ത് അത് വിറ്റ് ജീവിക്കുന്നവരാണോ എന്ന് തിരിച്ചറിയാം. ഏതായാലും രേണു സുധി എന്ന സോഷ്യൽ മീഡിയ കണ്ടന്റ് അധികം ആയുസ് ഉണ്ടാകില്ല. അതും ഇതിനു മുന്നേ വന്ന പല വ്യക്തികളെയും പോലെ ഒരു ഒഴുക്കിൽപ്പെട്ടങ്ങ് പോകും. കമന്റ് ഇടുന്നവർ മറ്റു പല വ്യക്തികൾക്ക് പിന്നാലെയാകും. നമുക്ക് തിരിച്ച് ബിഗ് ബോസിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ബിഗ് ബോസ് സീസൺ 7 രേണു സുധിയെ പ്രതീക്ഷിക്കണോ വേണ്ടയോ? അത് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ഉള്ളത്. ബിഗ് ബോസിലേക്ക് കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ സെലക്ട് ആയിട്ടുണ്ട്. പക്ഷെ ഇനിയും ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. 2 ആഴ്ച 3 ആഴ്ച സമയത്തിനിടയിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. ഇനിയുള്ള 2 ആഴ്ച കോമണേഴ്സിനും സെലിബ്രിറ്റീസിനും ഒരുപോലെ നിർണായകമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ബിഗ് ബോസ് വിശേഷങ്ങളും TV സീരിയൽ വാർത്തകളും സോഷ്യൽ മീഡിയ ട്രെൻഡുകളുമായി സീരിയൽ ഗ്രാൻഡ്മ കൂടെ ഉണ്ടാകും.